കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 39. ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്നു മോഹം നിമിത്തം മഹാമോഹം നിമിത്തം ഇതു പോകും പ്രകാരമതു ചേതസ്സിലാക മമ നാരായണായ നമഃ. അപ്പം നമുക്ക് അർത്ഥം, ഞാനും ഈശ്വരനും ഇതെന്നും, അതായത് ഇതിൽ പറയണത് എങ്ങനെയായാലാണ്, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ നമുക്ക് പിന്നെ ആ കേവല ആനന്ദാനുഭവം ഉണ്ടാവണമെന്ന്. എന്നാൽ എങ്ങനെയായാലാണ് ആ നിത്യമായിട്ടുള്ള കേവല അനുഭവം ഉണ്ടാവുക, നേടാം, നമുക്ക് എങ്ങനെ നേടാം ആ അനുഭൂതി എന്നാണ് അപ്പം ഇതിൽ പറയണത് കേട്ടോ. ഞാനെന്നും ഈശ്വരനിതെന്നും, അതായത് ഞാൻ വേറെ ഈശ്വരൻ വേറെ, ആ ദ്വൈതഭാവം. ശരിക്കും അദ്വൈതഭാവമാണ് സത്യം, പക്ഷെ അദ്വൈതഭാവം വരികയാണ് നമുക്ക്. അതാണ് ഭേദബുദ്ധി. ഞാനും വേറെയാണ് ഈശ്വരൻ വേറെയാണ് എന്നുള്ള ആ ഭേദഭാവം, ഭേദബുദ്ധി വളർന്ന അളവ്, ആ ഭേദഭാവന വർദ്ധിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ജ്ഞാനദ്വയങ്ങൾ രണ്ടാണ് എല്ലാം എന്നുള്ള ആ ഒരു വിചാരം, ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും വേറെ വേറെയാണ് എന്നുള്ള വിചാരം പലതുണ്ടായതിന്, പലതായി കാണുന്നതിന് നിമിത്തം, കാരണം മഹാമോഹം, മായാമോഹിതരായതിനാൽ, അല്ലെങ്കിൽ നമ്മളെ മായയുടെ ശക്തി കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുക, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഇത് വേറെയാണ്, ഞാൻ വേറെ ഈശ്വരൻ വേറെ, സ്ത്രീകൾ വേറെ, പുരുഷന്മാർ വേറെ, ബ്രാഹ്മണർ വേറെ, ക്ഷത്രിയർ വേറെ, ഇങ്ങനത്തെ മൃഗങ്ങൾ വേറെ, ഇങ്ങനെ ഓരോ തരത്തിലുള്ളതുണ്ടല്ലോ. അത് മുഴുവൻ നമുക്ക് തോന്നാനുള്ള, ഈ ഭേദഭാവന തോന്നാൻ കാരണം ഈ മഹാമോഹം, അതായത് മായാമോഹിതരായിട്ടുള്ള മനസ്സുണ്ടാവുകൊണ്ടാണ്, മോഹിതമായിട്ടുള്ള മനസ്സുണ്ടാവുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് അജ്ഞാനം എന്ന് പറയാം. ഞാൻ ആ പരമാത്മാവാണെന്നുള്ള ബോധം തെളിയായിക തന്നെയാണല്ലോ, അത് അജ്ഞാനാണ്. അജ്ഞാനം കൊണ്ടാണ് ഇത് പോകും പ്രകാരം. ഈ അജ്ഞാനം കൊണ്ടുണ്ടാവുന്ന ഈ ഭേദഭാവന ഇല്ലാതെയാക്കാൻ ഉള്ള ഉപായം എന്താണ്? മമ ചേതസ്സിലാക, എൻ്റെ മനസ്സിൽ തെളിയണേ. ഈ ഒരു അദ്വൈതഭാവം എനിക്ക് ലഭിക്കാൻ, അല്ലെങ്കിൽ ഈ ദ്വൈതഭാവം നീങ്ങാൻ ഉള്ള ഉപായം എന്താണെന്ന് എൻ്റെ മനസ്സിൽ തെളിയിക്കണേ. ഹരിനാരായണായ നമഃ. അപ്പോൾ അദ്വൈതാണ് സത്യം. അതായത് എന്താ അർത്ഥം? ബ്രഹ്മല്ലാതെ ഇവിടെ രണ്ടാമതൊരു വസ്തു ഇല്ല. പക്ഷേ രണ്ടുണ്ട് എന്നുള്ള തോന്നലുണ്ടല്ലോ, നമുക്ക് ദ്വൈതഭാവം അത് വെറും ഭ്രമമാണെന്നാണ്. അത് വെറും ഭ്രമമാണ്. മായാമോഹിതമായ മനസ്സിലാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവണതേ. ഈ മായാമോഹം അഥവാ ഈ നമ്മൾ അജ്ഞാനെന്നോ ഒക്കെ പറയാം, അതന്നെയാണ് ഭ്രമം എന്നും പറയണത്. ഇപ്പം കയറ് കണ്ടിട്ട് അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കണ പോലെയാണ് ആത്മാവിന് അവിടെ ആ കയറിനെ മറന്നു. കയറാണ് ശരിക്കത്, പക്ഷെ പാമ്പ തെറ്റിദ്ധരിക്കണ്ടല്ലോ, എന്നിട്ട് പേടിക്കണ്ട്. അതുപോലെയാണ് ആത്മാവാണ് ശരിക്കും. ആ ആത്മാവാണെന്ന് അറിയാതെ ഈ ജഗത്തിലത്തെ പല 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 സാധനങ്ങളും വേറെ വേറെയാണെന്ന് ധരിക്കുകയാണ്. എല്ലാം ബ്രഹ്മമാണ്, പക്ഷെ അത് മനസ്സിലാവാതെ. അപ്പം ഈ അജ്ഞാനാന്ധകാരത്തെ നീക്കാൻ, പാമ്പിനെ നമുക്ക് കയറിനെ കയറായിട്ട് കാണണമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചമുണ്ടായിട്ട് നോക്കിയാൽ മതി, അപ്പോൾ കയറാൻ മനസ്സിലാവും. അതായത് ചെറിയ വെളിച്ചത്തിനാണല്ലോ അങ്ങനെയൊക്കെ പറ്റുക. അപ്പോൾ ആ വെളിച്ചം നല്ലോണം ഉണ്ടായാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഈ അജ്ഞാനാന്ധകാരത്തെ നീക്കാൻ നമുക്ക് ചിത്തശുദ്ധി നമ്മൾ ആർജിക്കണം. ചിത്തശുദ്ധി ആർജിച്ച് ഗുരുവിൻ്റെ ഉപദേശം തേടി അങ്ങനെ ശുദ്ധ മനസ്സുകൊണ്ട് തത്വവിചാരം ചെയ്യണം. എന്നാൽ എന്തുണ്ടാവും? സത്യം
ഉദയസൂര്യനെ പോലെ നമ്മളുള്ളിൽ തെളിയും അദ്വൈത സത്യം. അതിനെ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് എഴുത്തച്ഛൻ പറയണത്. അതായത് നമ്മുടെ ഉള്ളിലത്തെ ജീവാത്മാവും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ചൈതന്യവത്താക്കുന്ന പരമാത്മാവും ഒന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ചൈതന്യവത്താക്കുന്ന നമ്മൾ ജീവാത്മാവ് എന്ന് പറയുന്ന ആ പരമാത്മാവിൻ്റെ അംശവും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനെയും ചൈതന്യവത്താക്കുന്ന പരമാത്മാവും ഒന്നാണ്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പം, അങ്ങനെയാണെന്ന് അറിയാൻ എളുപ്പമാണ്. പക്ഷേ അനുഭവം ആവണച്ചാൽ നമ്മളുടെ അജ്ഞാനം നീങ്ങന്നെ വേണം. അതായത് നമുക്ക് ഈ ദ്വന്ദ്വങ്ങൾക്ക് അതീതമായിട്ട് പോകണം. ഈ ഓപ്പോസിറ്റ്സ് എന്നാണല്ലോ, ദ്വന്ദ്വം എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ്സ് ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ ദ്വന്ദ്വങ്ങൾ അനവധി ഉണ്ട് പറയുന്നുണ്ട് ഇല്ലേ. ജ്ഞാനദ്വന്ദ്വങ്ങൾ പലതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ദ്വന്ദ്വാതീതമായിട്ട് പോണച്ചാൽ എന്തൊക്കെ ഓപ്പോസിറ്റ്സ്, ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയാൽ ദ്വന്ദ്ങ്ങളല്ല കേട്ടോ, ജ്ഞാനദ്വയങ്ങൾ എന്തൊക്കെ അറിയോ, അനവധി ചിലതൊക്കെ പറയാം നമുക്ക്. സുഖം ദുഃഖം, ഓപ്പോസിറ്റ് വെളിച്ചം ഇരുട്ട്, ധർമ്മം അധർമ്മം, ചൂട് തണുപ്പ്, സമ്പത്ത് ആപത്ത്, ഇങ്ങനെ ഉണ്ടല്ലോ. ഇതൊക്കെ ഭേദഭാവന തന്നെയാണെന്നാണ് പറയണത്. സുഖവും ദുഃഖവും ഒരുപോലെ കാണണം, വെളിച്ചത്തിനെയും ഇരുട്ടിനെയും ഒരുപോലെ കാണണം, ധർമ്മത്തിനെയും അധർമ്മത്തിനെയും ഒരുപോലെ കാണണം, ചൂടിനെയും തണുപ്പിനെയും ഒരുപോലെ സഹിക്കണം. തോന്നരുത് സമ്പത്തിലും ആപത്തിലും ഒരുപോലെ സമനില പാലിക്കണം. ഇതൊക്കെയാണ് ദ്വന്ദ്വാതീതമായി പോയവരുടെ ലക്ഷണേ. അപ്പം നമുക്ക് അദ്വൈതത്തിൽ എത്തണമെങ്കിൽ ദ്വന്ദ്വാതീതമായിട്ട് പോകണം. ഈ ഓപ്പോസിറ്റ്സിനൊക്കെ നമ്മൾ ജയിക്കണം, എന്നാലേ അതിലെത്താൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭേദഭാവന ഉണ്ടാവണ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ദ്വൈതത്തിൽ വർത്തിക്കാൻ കാരണമാകുന്നത് മായ ഉണ്ടാക്കണ മോഹം. അതിന് തന്നെയാണ് ഭ്രമം എന്ന് പറയണത്. മായാമോഹിതമായ മനസ്സ് കാരണം നമുക്ക് ഈ ഭേദം ഇല്ല എന്ന സത്യത്തെ മറയ്ക്കുന്ന മായ മാറണം. മായാമോഹിതമായ മനസ്സ് കാരണമാണ് നമുക്ക് ഈ ഭ്രമം. ഭേദം ശരിക്ക് ആത്മാവ് തന്നെയാണ്, ഞാൻ വ്യത്യാസമില്ല, ഭേദമില്ല എന്നുള്ള ആ ഒരു സത്യത്തിനെ മറയ്ക്കുകയാണ് മായ. അപ്പം ആ മായയുടെ മറ നമുക്ക് മാറ്റണം. അത് പോകും പ്രകാരം അഭിചേതസ്സിലാകാന്ന്, അതെങ്ങനെയായാലാണോ അതില്ലാതാവുക അതുപോലെ ചെയ്ത് എന്നെ മായയിൽ നിന്ന് അല്ലെങ്കിൽ അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് കരകയറ്റി സത്യം തെളിയിച്ചു തരണേ എന്നാണ് പറയുന്നത്. എങ്ങനെ, അതാണ് അത് പോകും പ്രകാരം എനിക്കറിയില്ല എങ്ങനെയാണ് ആ അജ്ഞാനത്തിനെ മാറ്റുകയെന്ന് അല്ലെങ്കിൽ മായാമറ മാറ്റുകയെന്ന്. പക്ഷേ അങ്ങക്കറിയാലോ അത് പോകും പ്രകാരം, അത് എങ്ങനെയായാലാണ് അതില്ലാണ്ടാവുക അതുപോലെ ചെയ്ത് എന്നെ മായെന്ന് അല്ലെങ്കിൽ അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് കരകയറ്റി ആ ശുദ്ധ സത്യം എനിക്ക് തെളിയിച്ച് തരണേന്നാണ്. അതായത് ഈ അജ്ഞാനം ഉള്ളിടത്തോളം കാലം നമുക്ക് ദ്വൈതഭാവം നീങ്ങില്ല, മായ വിട്ടുപോവില്ല. ഈ ഭേദഭാവന തോന്നാതെ എന്ത് വേണം? ബ്രഹ്മൈവാഹം അല്ലെങ്കിൽ ശിവോഹം എന്നോ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് തെളിയണേ ഹരിനാരായണായ നമാന്നാണ്. ഭാഗവതത്തിലൊക്കെ അങ്ങനെ പറയുമല്ലോ, ആ വളരെ ഫേമസ് ആയിട്ടുള്ള ഭവേ ഭവേ യഥാ ഭക്തി പാദയോ തവജായതേ തഥാ കുരുഷു ദേവേശ നാഥസ്ത്വം നോയത പ്രഭോ. അതായത് എങ്ങനെയായാലാണ് എനിക്ക് ഭക്തി ഉണ്ടാവുക അതുപോലെ എന്നെ കൊണ്ട് നടത്തണമെന്നാണ്. അനന്യഭക്തി എനിക്ക് എങ്ങനെയായാലും ഉണ്ടാവുക, അതുപോലത്തെ അനുഭവങ്ങൾ എനിക്ക് തന്നാൽ അതുപോലെ എന്നെ കൊണ്ട് നടക്കണേ. അതുപോലെ തന്നെയാണ് ഇപ്പം ഇതിലും പറഞ്ഞതേ, ഇത് പോകും പ്രകാരം അത് ചേതസ്സിലാകുക. എപ്രകാരമാണ് എൻ്റെ ഈ മോഹം ഇല്ലാതെയാവുക അതുപോലെ എന്നെ നയിക്കണേ. അതുപോലെ ചെയ്ത് എന്താണ് വേണ്ടത് വെച്ചാൽ അത് ചെയ്ത് എൻ്റെ മായാമോഹം തീർക്കണേ എന്നാണ് അതിൽ പറയണത്. അതായത് എന്നാൽ ഈ അജ്ഞാനമുള്ളിടത്തോളം നമുക്ക് ഈ അദ്വൈത അല്ലെങ്കിൽ നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം ഉണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ടാണ് അത് മാറ്റി തരണേ എന്ന് പറയണത് കേട്ടോ. ഞാനും ഈശ്വരനും വേറെയാണെന്ന് ആ ഉള്ള വിചാരം വളരും തോറും നമുക്ക് ദ്വന്ദ്വത്തിന് അതീതമായിട്ട് പോകാൻ പറ്റില്ല. അത്ര ദ്വന്ദ്ങ്ങളുണ്ടല്ലോ.
അതിനൊക്കെ പോയി അതൊക്കെ ഉണ്ടാവേണ്ടത് മായ കൊണ്ടാന്ന് അറിയുകയും ചെയ്യാം. പക്ഷെ അത് എങ്ങനെ മായ ഇല്ലാതെയാക്കുന്ന അങ്ങക്കേ അറിയുള്ളൂ. അത് എപ്രകാരമാണ് എൻ്റെ അജ്ഞാന അന്ധകാരത്തിനെ നീക്കാൻ പറ്റുക, അതുപോലെ നീക്കി ആ ശുദ്ധ സത്യം എന്നിൽ തെളിയിക്കണേ എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ 39 വായിച്ച് നമുക്ക് 40 കൂടി ചെയ്യാം. ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിനു മഹാമോഹം നിമിത്തം ഇതു പോകും പ്രകാരമതു ചേതസ്സിലാക മമ നാരായണായ നമ. 40. തങ്കം കുരംഗവുമെടുത്തിട്ടു പാതിയുടൽ ശംഖം രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവനു പോകുന്നു മോഹവഴി നാരായണായ നമ. അപ്പോൾ ഈ മായ കാരണമാണ് നമുക്ക് ഈ ദ്വൈതഭാവം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞിൽ പറഞ്ഞു, അത് മാറ്റി തരണേന്ന്. ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ ഈശ്വരന്മാരിൽ തന്നെ നമുക്ക് ഭേദമുണ്ട് അല്ലേ. ശിവൻ്റെ, വിഷ്ണു ഉണ്ട്, പിന്നെ എന്താണ് ഭഗവതി ഉണ്ട്, പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്, അയ്യപ്പനുണ്ട്, ശ്രീ എന്ന് വേണ്ട എത്രയോ 33 കോടി ദേവന്മാരുണ്ട് നമുക്ക് അല്ലേ. അപ്പം അവരൊക്കെ ഈശ്വരന്മാരിൽ തന്നെ ഭേദമുണ്ടല്ലോ. അപ്പോൾ അതായത് ശിവൻ വേറെ, വിഷ്ണു വേറെ, ഇങ്ങനെ എന്തൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് അപ്പം അടുത്തതിൽ പറയണത്. അങ്ങനെ തോന്നുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. ആക്ച്വലി എന്താണ് ഇതിൽ പറയണ വെച്ചാൽ, അതായത് നന്നായി പറഞ്ഞു തരികയാണ്. അതായത് പിന്നെ എൻ്റെ പേജ് പോയോ, സോറി, പേജ് പോയി. അതായത് ദ്വൈതഭാവം തന്നെ മായാഭ്രമം ആണെന്നതൊക്കെ പറഞ്ഞുല്ലോ കഴിഞ്ഞല്ലേ. എന്നാൽ ഈ 33 കോടി വേറെ ദേവതകളായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളെ. അപ്പോൾ ശിവൻ, വിഷ്ണു, ദേവി അങ്ങനെ, അപ്പോൾ അതിന് എന്താ ഒരു എക്സ്പ്ലനേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ ചുരുക്കം പറയാച്ചാൽ ഈ മഴുവും മാൻതോലും ധരിച്ച പരമേശ്വരൻ, അതായത് ശിവൻ ഉടലിൻ്റെ പകുതിയും ശംഖചക്രം ധരിച്ച വിഷ്ണു ഭഗവാൻ മറ്റേ പകുതിയും ആയിട്ടുള്ള ശങ്കരനാരായണനെ സേവിക്കുക. ഒരേപോലെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടുള്ള ശങ്കരനാരായണനെ സേവിക്കുക, അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളെയും അടങ്ങുന്ന ഓങ്കാര ബ്രഹ്മത്തെ ധ്യാനിക്കുക. ഇത് ഏതെങ്കിലും ചെയ്താൽ ഭ്രമം നീങ്ങുന്നതാണ് ചുരുക്കം. അപ്പോൾ നോക്കാം, നമുക്കതിൻ്റെ അർത്ഥം നോക്കാം കേട്ടോ. തങ്കം കുരംഗവും വെച്ചാൽ മഴുവും, കുരംഗം വെച്ചാൽ മാനാണ്, മാനും എടുത്തിട്ടു പാതിയുടൽ, അതായത് മഴുവും മാനും ധരിച്ച ശരീരത്തിൻ്റെ പകുതി, ശരീരത്തിനെ ഇപ്പോൾ 2 ആക്കി അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ വെച്ചോളൂ. ഒരു പകുതി മാനും മഴുവും ധരിച്ച ശിവൻ്റെ രൂപം. പിന്നെയോ ശംഖം രഥാംഗവും, ശംഖും രഥത്തിൻ്റെ അംഗം എന്ന് പറഞ്ഞാൽ രഥത്തിൻ്റെ ഒരു പിന്നെ എന്താണ് ഇതാണല്ലോ, ഒരു രഥത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ചക്രം. അപ്പോൾ രഥാംഗപാണി പറഞ്ഞു വെച്ചാൽ എന്താ, ചക്രപാണി എന്ന് തന്നെ അർത്ഥം കേട്ടോ. അതാണ് നമ്മുടെ രഥാംഗം എന്ന് പറഞ്ഞത്. രഥത്തിൻ്റെ അംഗമാണല്ലോ, ഒരു ഭാഗമാണല്ലോ, ഒരു തേരിൻ്റെ ഒരു ഭാഗമല്ലേ ചക്രം. ചക്രം ഇല്ലാണ്ട് തേര് ഓടില്ല. അപ്പോൾ തേരിൻ്റെ ഒരു അംഗത്തിനെ, മീൻസ് തേരിൻ്റെ ഒരു ഭാഗത്തിനെ ആയുധാക്കി പിടിച്ച ആൾ, അതാണ് രഥാംഗം. അപ്പോൾ ശംഖും ചക്രവും എന്നാണ് പറയാർത്ഥം. ശംഖും ചക്രവും പിന്നെ എന്താണ്, ശംഖും ചക്രവും എടുത്തിട്ടു പാതിയുടൽ, ശംഖുചക്ര ഗദാരിയായിട്ട് ഉടലിൻ്റെ മറ്റേ ഭാഗം, ഒരു പകുതി മഴുവും മാനും ധരിച്ച ശിവൻ്റെ രൂപം, മറ്റേ പകുതി ശംഖുചക്രം ധരിച്ച വിഷ്ണു രൂപം. തവഹി അങ്ങയുടെ തന്നെ എന്താ ഏകാക്ഷരം രൂപം. ഈ ക്ഷരം എന്ന് പറഞ്ഞാൽ നാശം എന്നാണ്. അപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത, അങ്ങയുടെ തന്നെ ഒരിക്കലും നാശമില്ലാത്ത ഓങ്കാര രൂപം അഥവാ ആ നിത്യസത്യമായ പരമാത്മസ്വരൂപം നിനപ്പവന്, ധ്യാനിക്കുന്നവന്, ഒന്നെങ്കിൽ ശങ്കരനാരായണനെ ധ്യാനിക്കുന്നവന്, അല്ലെങ്കിൽ അങ്ങയുടെ ഈ എല്ലാ ദേവന്മാരും അടങ്ങുന്ന ഓങ്കാര ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവന് മോഹവഴി പോകുന്നു. അതായത് അജ്ഞാനം നിമിത്തമുണ്ടാകുന്ന ഭേദഭാവനയും നശിക്കുന്നു. മോഹവഴി പോകുന്നു പറഞ്ഞാൽ എന്താ, അതായത് ആ പ്രേയസ്കരായിട്ടുള്ള വഴിയിൽ നിന്ന് നമ്മളെ ശ്രേയസ്കരായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുവന്ന അർത്ഥം. അപ്പോൾ നമുക്ക് മോഹം മാറിക്കിട്ടും.
അങ്ങനെ അജ്ഞാനം നീക്കണേ നാരായണായ നമ എന്നാണ്. അപ്പോൾ ഒരേ സോറി, ഒരു ഫോൺ വന്നതാണ് കേട്ടോ, സോറി കേട്ടോ, ഒരു സ്കാം കോളാണേനും വെറുതെ. അപ്പോൾ ഒരേ ഈശ്വരനെയാണ് നമ്മൾ ഇഷ്ടദേവതാ രൂപത്തിൽ ഓരോരുത്തരും ധ്യാനിക്കണത്. ഒരേ ശക്തിയുള്ളൂ ഇവിടെ. ഈ ലോകത്തിൻ്റെ, ഈ ജഗത്തിൻ്റെ പിന്നിൽ, ഈ ജഗത്തിനെ മുഴുവൻ ചൈതന്യവത്താക്കുന്ന ഒരേ ഒരു ശക്തി ആകെയുള്ളൂ. അതിനെ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടം പോലെ സങ്കല്പിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതാ രൂപത്തിൽ ഓരോരുത്തരും ധ്യാനിക്കണു. നമ്മൾ ഏത് രൂപത്തിൽ ധ്യാനിക്കണോ, ഗീതയിലൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഏത് രൂപത്തിൽ ധ്യാനിക്കണോ ആ രൂപത്തിൽ മനസ്സിൽ തെളിഞ്ഞ് ഭക്തനെ അനുഗ്രഹിക്കണു. ഏത് രൂപത്തിലായാലും വേണ്ടില്ല. അപ്പം അങ്ങനെ ഒരു കഥ ഉണ്ടല്ലോ, ഈ വെട്ടുപോത്ത്, അതായത് ഒരു നമ്പൂതിരിയും, പണ്ടൊരു നമ്പൂതിരിയും ഒരു ബാല്യക്കാരനും കൂടി ഇങ്ങനെ പോണ സമയത്ത് ഈ നമ്പൂരി യാത്ര പോയതുകൊണ്ട്, അപ്പോൾ രാവിലെ നേരത്തെ 3 മണിക്ക് ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ നീട്ട് കുളിക്കും. എവിടെയാണ് അടുത്തുള്ള കുളമോ പുഴയോ, അപ്പോൾ ഒരു പുഴയുടെ അടുത്തായിരുന്നു അവർ. അപ്പോൾ പുഴയിൽ കുളിക്കുമ്പോൾ തണുത്ത് വിറച്ചിങ്ങനെ ഇരിക്കേണ്ട ഈ ഇളയെ. അദ്ദേഹം വലിയ ഇതാണ്, അദ്ദേഹത്തിന് പ്രാർത്ഥനകളും തേവാരമൊക്കെ ചെയ്യാനായിട്ട് കുളത്തിലിറങ്ങി കുളിച്ചിട്ട് കുളിക്കുന്ന സമയത്ത് ഇയാൾ തണുത്ത് ഇങ്ങനത്തെ കരയിലിരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് ധ്യാനിക്കുന്നുണ്ട്, ചെല്ലുന്നുണ്ട്, അവിടെ ഒരുപാട് ഉപാസനകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോരാറാകുമ്പോൾ ഇയാൾ ചോദിച്ചു, ഈ ബാല്യക്കാരൻ ചോദിച്ചേ, അങ്ങ് എന്തിനാ ധ്യാനിക്കണ ചോദിച്ചു. ഇങ്ങനെ എപ്പോഴും മനസ്സുകൊണ്ട് എങ്ങനെ എന്തിനാ? അപ്പോൾ പരബ്രഹ്മത്തിനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഒന്നും അറിയില്ല കേട്ടോ, പാവോ, അറിവില്ല. അപ്പോൾ പരബ്രഹ്മം എങ്ങനെ ഇരിക്കും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കളിയാക്കിയിട്ട് പറഞ്ഞു, വെട്ടുപോത്തിനെ പോലെ പറഞ്ഞു. പാവം അത് വിശ്വസിച്ചു. അയാൾ പിന്നെ എപ്പോഴും ഇദ്ദേഹം ഉപാസന ചെയ്യുന്ന സമയത്തൊക്കെ ഇയാളും അതെ, ഞാനും വെട്ടുപോത്തിനെ, അതല്ലേ പരബ്രഹ്മത്തിനല്ലേ ധ്യാനിക്കേണ്ടത്, ഞാനും വെട്ടുപോത്തിനെ ധ്യാനിക്കാമെന്ന് വിചാരിച്ചു. വെട്ടുപോത്തിനെ എന്നെ ഈശ്വരനായിട്ട് കണ്ട് ധ്യാനിക്കും, പരബ്രഹ്മമായിട്ട്. ആ പരബ്രഹ്മമായിട്ട് ഒരു വെട്ടുപോത്തിനെ എന്നെ ധ്യാനിച്ചിരിക്കും. അങ്ങനെ അവർ രണ്ടാളും കൂടി ഈ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞു ഗുരുവായൂർ വന്നു. ഗുരുവായൂർ വന്നപ്പോൾ അന്നൊക്കെ പിന്നെ ആർക്ക് വേണമെങ്കിൽ ശിവേലിക്ക് പുറത്തൊക്കെ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യായിരിക്കും. അപ്പോൾ അന്ന് ഈ നമ്പൂരി ഈ ആദ്യം ആ നമ്പൂരി ശിവേലിക്ക് ഭഗവാനെ പുറത്തൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ ഞാനാവാം എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഭഗവാന്റെ ഇത് ഈ എഴുന്നള്ളിക്കണ ആ വിഗ്രഹം എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരണ സമയത്ത്, ചെറിയ വിഗ്രഹമാണത്, പക്ഷേ എത്രയായാലും ആ ഉമ്മർപ്പടി കടന്ന് പ്രദക്ഷിണത്തിൻ്റെ അവിടെ ആ നാലമ്പലത്തിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റണില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ തടയണ പോലെ പുറത്തേക്ക് വരാൻ പറ്റില്ല ഇദ്ദേഹത്തിന്. ആ ഉത്സവ വിഗ്രഹം എടുത്തിട്ട് ശിവേലിക്ക് ആനയുടെ പുറത്ത് കയറ്റിയിട്ട് 4 പുറം പോകണമല്ലോ, അതിന് ആ ഉത്സവ വിഗ്രഹം എടുത്തിട്ട് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല നാലമ്പലത്തിൽ നിന്ന്. ആ ഉമ്മർപ്പടിയുടെ അവിടെ വരുമ്പോൾ, ആ വാതിലിൻ്റെ അവിടെ വരുമ്പോൾ ഒരു തടസ്ഥം പറ്റുന്നില്ല. അപ്പോൾ ഇയാൾ പുറത്ത് നിന്ന് തൊഴുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നും ഇങ്ങോട്ട് ചെരിക്കുക, എന്നാൽ കടക്കും എന്ന് പറഞ്ഞു. കാരണം അയാൾ ഒരു വെട്ടുപോത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ കൊമ്പ് ഇങ്ങനെ തടസ്ഥമായിട്ട് നിൽക്കുകയാണേ. ഒന്നും ഇങ്ങോട്ട് ചെരിച്ചോളുക, എന്നാൽ പുറത്തേക്ക് കടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഗ്രഹം ഒന്നും ഇങ്ങോട്ട് ചെരിച്ചപ്പോൾ കടത്താൻ പറ്റും ചെയ്തു. അപ്പോൾ അതൊരു കഥ, ഒരു ഐതിഹ്യം എന്തോ ആണത്. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ ധ്യാനിക്കണം, ആ രൂപത്തിൽ ഭഗവാൻ മനസ്സിൽ തെളിഞ്ഞ് ഭക്തനെ അനുഗ്രഹിക്കണം. സർവശക്തനല്ലേ, ഏത് രൂപം എടുക്കാലോ. അങ്ങനെ ഓരോ ഈശ്വരന്മാരും വേറെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഭേദഭാവന മാറ്റാൻ എന്താ വേണ്ടതെന്നാണ് എഴുത്തച്ഛനിൽ പറയുന്നത്. 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ശങ്കരനാരായണ രൂപം, അതായത് പകുതി ശങ്കരനായിട്ടും പകുതി നാരായണനായിട്ടും. ഈ വടക്കുന്നാൻ്റെ അമ്പലത്തിൽ ശങ്കരനാരായണ ഉണ്ട്. ശങ്കരനാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു നടക്കിൽ പോയാൽ ശങ്കരനാരായണനെ നമുക്ക് നമസ്കരിക്കാം. അപ്പോൾ ഒന്നുകിൽ ശങ്കരനാരായണ രൂപം ധ്യാനിക്കുക. 2 കാര്യങ്ങളാണ് അതിന് ഉപായം. നമുക്ക് പല പല ദൈവങ്ങളെ വേറെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതില്ലാതാക്കാൻ ഒന്നുകിൽ ശങ്കരനാരായണനെ ധ്യാനിക്കുക, അല്ലെങ്കിൽ എല്ലാ ഈശ്വരന്മാരുടെയും ശക്തിയായിട്ടുള്ള ഓങ്കാര ബ്രഹ്മത്തെ, എല്ലാ ഈശ്വരന്മാരും അടങ്ങുന്ന
ആ പരബ്രഹ്മത്തിനെ തന്നെ പരബ്രഹ്മത്തിൻ്റെ തന്നെ പ്രതീകമായിട്ടുള്ള ഓങ്കാര ബ്രഹ്മത്തെ ധ്യാനിക്കുക. എന്നാൽ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ ഭേദബുദ്ധി അകറ്റാം. സത്യം തെളിഞ്ഞ് കിട്ടണം ചോട്ടെ. എന്തായാലും നമുക്ക് ആ ഭേദഭാവന ഇല്ലാണ്ടാവണം. ഞാൻ പരമാത്മാവാന്ന് ബോധ്യമാവണം, അനുഭവമാവണം. എല്ലാം ഒന്നു തന്നെയാണെന്ന ബോധം നമ്മൾ മനസ്സിൽ ദൃഢമായിട്ട് കരുതിയിട്ട് വേണം ഉപാസന ചെയ്യാൻ എന്നാണ് പറയണത്. നമുക്ക് ഞാൻ പരമാത്മാവ് തന്നെയാണ്, എനിക്ക് അനുഭവമായിട്ടില്ല എന്നേ ഉള്ളൂ, ഞാൻ വേറെയാന്ന് തോന്നണത് തെറ്റാണ്, എൻ്റെ അജ്ഞാനം കൊണ്ടാണ് എനിക്ക് തോന്നണത്, ഞാൻ ശരിക്കും പരമാത്മാവ് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ശങ്കരനാരായണനെയോ അല്ലെങ്കിൽ ഓങ്കാരത്തിനെയോ നമ്മൾ ഉപാസന ചെയ്താൽ നമുക്ക് ഈ ഭേദഭാവന മാറിക്കിട്ടുന്നതാണ്. സ്വതേ പറയൂലോ, സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയും. ആരെ നമസ്കരിച്ചാലും ആ ശക്തിയിലേക്ക് തന്നെയാണ് എത്താൻ എന്ന് പക്ഷെ നമുക്ക് ബോധ്യം വേണമെന്നാണ് പറയണത് ഉപാസന ചെയ്യുമ്പോൾ. അതായത് ആരാധനാമൂർത്തികളൊക്കെ വെറും ഉപാധികളാണ്, അല്ലെങ്കിൽ ഈ പരബ്രഹ്മത്തിൻ്റെ തന്നെ പ്രതീകങ്ങളാണ്. എല്ലാ ഈശ്വരന്മാരും പ്രതീകാത്മകങ്ങളാണ്. ഏതിൻ്റെ? ആ പ്രപഞ്ചശക്തി നമ്മളുടെ പ്രതീകങ്ങളാണ്. നമ്മൾ വിചാരിക്കണ എല്ലാ ഈശ്വരന്മാരും ആ പ്രപഞ്ചശക്തിയുടെ പ്രതീകമാണ്. അപ്പോൾ എന്താ എഴുത്തച്ഛൻ പറയണ വെച്ചാൽ സഗുണമൂർത്തിയായിട്ടോ ശങ്കരനാരായണനായിട്ടോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും ആയിട്ടാണെങ്കിലും, അല്ല ഇനി നിർഗുണ ബ്രഹ്മത്തിന് തന്നെ അക്ഷരബ്രഹ്മമായിട്ടോ ഉപാസിച്ച് ഈ മായെന്ന് എനിക്ക് മോചനം ലഭിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് പറയണത്. എങ്ങനെയെങ്കിലും ഇപ്പം 2 വഴി ഇതിൽ പറഞ്ഞു. ഒന്ന് ശങ്കരനാരായണനെ ധ്യാനിക്കുക, അല്ലെങ്കിൽ എല്ലാ ഈശ്വരന്മാരും അടങ്ങുന്ന ഓങ്കാരത്തിനെ ധ്യാനിക്കുക. അങ്ങനെയായ ഭേദഭാവന മാറും. പക്ഷെ ഭേദഭാവന മാറാതെ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഉപാസന ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആ ആത്മാവ് തന്നെയാണെന്ന് ഉറപ്പിക്കണം നമ്മൾ. എനിക്ക് തോന്നുന്നില്ല അതെൻ്റെ അജ്ഞാനം കൊണ്ടാണ്, അജ്ഞാനം നീങ്ങിയിട്ട് ഞാൻ ആത്മാവ് തന്നെയാണെന്ന് എനിക്ക് തെളിയണേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശങ്കരനാരായണനെയോ ഓങ്കാര ബ്രഹ്മത്തിനോ ഇനി അല്ല ഏത് സഗുണമൂർത്തിയോ നിർഗുണ ബ്രഹ്മത്തിനെയോ ഉപാസിച്ച് ഒന്ന് മാത്രമേ ഉള്ളൂ, ഭഗവാനെ എനിക്ക് ഈ മായെന്നുള്ളൊരു മോചനം തരണേ, ഈ മായാമോഹിതമായുള്ള എൻ്റെ മനസ്സിനെ മായയിൽ നിന്നൊരു മോചനം തരണേ, അതിനെ എന്നെ അനുഗ്രഹിക്കണേ നാരായണായ നമാന്നാണ്. അപ്പം ഇതിൽ അതാണ് പറയണത്. ഈ നമുക്കിങ്ങനെ ഇപ്പോൾ അദ്വൈതാണെന്ന് പറഞ്ഞാൽ ഈശ്വരന്മാരുടെ വേറെ വേറെ ഇല്ലെന്ന് ചോദിക്കുമല്ലോ ആൾക്കാരെ. അതിനെന്താ? അപ്പം അതിനുള്ള ഉത്തരമാണ്. അതായത് ഈശ്വരന്മാരെന്നെ വേറെ വേറെ ഉണ്ട്, 33 കോടി ഉണ്ട്, ഞാൻ ഏതിന് അത് പറയണവർക്കാണ് പറയണത്. ഇതിൽ പറഞ്ഞത് ഒന്നുകിൽ ഈ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും രൂപമായിട്ടുള്ള ശങ്കരനാരായണനെ, അല്ലെങ്കിൽ എല്ലാം അടങ്ങുന്ന ആ നിർഗുണ ബ്രഹ്മത്തിനെ ആയാലും മതി. എങ്ങനെയായാലും അതൊന്നേ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തോടും ആ അറിവോടും ആ അറിവ് എനിക്ക് അനുഭവമാക്കി തരണേന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഭേദഭാവന മാറും. അങ്ങനെ ഞാൻ സഗുണമൂർത്തിയോ നിർഗുണ ബ്രഹ്മത്തിനെ ഉപാസിച്ച് എൻ്റെ ഈ ഭ്രമം നീങ്ങണേ, അതിനെ എന്നെ അനുഗ്രഹിക്കണേ നാരായണായ നമ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ശ്ലോകം ഒന്നും കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. അപ്പോൾ വായിക്കാം. ടങ്കം കുരങ്കവുമെടുത്തിട്ടു പാതിയുടൽ, ശംഖം രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ. പാതിയും ശിവനും വിഷ്ണു. ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവനു പോകുന്നു മോഹവഴി, നാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.